അവനവിടെ? ആര്? എന്റെ മരുമോൻ. വരുമായിരിക്കും. വന്നാലും ഒന്നുമില്ല, വന്നില്ലെങ്കിലും ഒന്നുമില്ല. അഞ്ജലി എവിടെ? അവള് തൊഴാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ടോക്കൺ നമ്പർ എത്രയാ? 75. എന്തൊരു സമാധാനമുള്ള കല്യാണം. കണ്ടിട്ട് കൊതിയാണ്. ഇതൊക്കെ എന്താ കല്യാണം വരണ്ട അടിയൊക്കെ മൊത്ത സ്ഥലമുണ്ടല്ലോ കൊള്ളാം. നിന്റെ ആനന്ദേട്ടൻ അച്ഛൻ. ആനന്ദനെ കാണുന്നില്ല അച്ഛൻ. എന്താണ് ഒരു ടെൻഷൻ? ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വന്നവന്. ഇത് അറേഞ്ച്ഡ് മാരേജ് അല്ലേ? നമ്മളെല്ലാം ചേർന്നല്ലേ ഇത് നടന്നത്? അതെ. നടത്താനുള്ള അത്ര ആൾക്കാർ മുടക്കാനും ഉണ്ടല്ലോ. എല്ലാം മംഗളമായിട്ട് നടക്കാൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ടോക്കൺ എത്രയാന്ന് നോക്കിയിട്ട്. ഓക്കെ ഓക്കെ, പോവാം. നിക്ക് നീയാണോ പഴയ വിനു അല്ലേ? എന്റെ മോളെ നിർബന്ധിച്ച് ആനന്ദിനെ പോലെ ഒരുത്തന്നെ കെട്ടിച്ചു കൊടുത്തതിൽ എനിക്ക് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് മാറി. എന്താണെന്നറിയോ? രണ്ടും കണക്ക് തന്നെ. എന്തായാലും എന്റെ മരുമോന് ഈ കല്യാണം നടക്കരുത് എന്നാണ് ആഗ്രഹമെങ്കിൽ ഇത് നടത്താനാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് നീ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോ കേട്ടോ. അവനിങ്ങോട്ടാണല്ലോ വരുന്നത്. അതെ അതെ, പാനിക്കാവല്ലേ. முருகா, என்னடா கல்யாணத்துக்கு கரெக்டாக வந்துட்டானா இல்லை லேட்டாக வந்துட்டானா? சரவணா சொல்லு நண்பா. ഞാൻ നേരത്തെ എത്തി. இங்கே மொத்தம் எவ்வளோ கல்யாணம் நடக்குது? 110 சரவணா. 110 கல்யாணத்துக்கு வந்தவங்க எல்லாரும் முன்னாடியும் உன் கல்யாணத்தை நான் நிறுத்தி உன்னை வெக்கப்பட வச்சு, வேதனைப்பட வச்சு, சோகப்பட வச்சு, வருத்தப்பட வச்சு உன் ஆல்ட்ரேஷன் முடிஞ்சே நான் தொங்க விட்டு பார்க்கணும். அதுக்கு தாண்டா ஹயம் ஏறு. சரவணா, முடிஞ்சதெல்லாம் முடிஞ்சு. இனி முடியறதுக்கு நான் மட்டும்தான் இருக்கு. மீதி நான் முச்சிறேன் ராஜா. താങ്ക്സ്. നമ്മൾ മാത്രമല്ല കേട്ടോ കല്യാണം മുടക്കാനുള്ളത്. തമിഴനും തെലുങ്കനും എല്ലാവരും ഉണ്ട്. ഓഹോ, അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ? പിന്നല്ലാതെ. കുഴപ്പമില്ല, ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. അതെ, എല്ലാവരും കൂടെ നിർത്താം. ഇനി അമ്മാവന്മാരെങ്ങാനും പണി തരൂ? ഏയ്, വാക്ക് തന്നാ. അവസാനം പണി വല്ലതും പാളിയാലോ? എങ്കിൽ പാർവതി പോയി കാര്യം പറഞ്ഞ് കല്യാണം മുടക്കും. അതെങ്ങനെ? அது சஸ்பென்ஸ். സരവണ നൻപ, ഒരേ ഒരു ക്ലൂ. வாட் எ பியூட்டிஃபுல் ഡേ. അവൻ പോകുന്നു, വാ പോയി ചോദിക്കാം. എന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങോട്ടാണോ അല്ല ഇങ്ങോട്ടല്ലേ? അയാളല്ലേ ഇയാള്? 1 2 എല്ലാം രണ്ടായിട്ട് കണ്ണ്. എന്റെ കണ്ണ് എല്ലാ തണ്ടികളുണ്ടല്ലോ. വിനു പിടിച്ചിടിയല്ലോ. വിനു എത്തിയോ കല്യാണ ചെറുക്കൻ? വിനു ഇവിടെ എവിടെയുണ്ട്? വിനു വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കാനുള്ള ഒരടയാളം പറയാം. എന്തെങ്കിലും അവരെ കാണാൻ എന്നെ പോലെയല്ല. സുന്ദരനാണല്ലേ? ഓ, നല്ല സുന്ദരനാ. ഇവനെ പോലൊന്നും അല്ല. എന്നാ അവനെ കണ്ടാ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു ക്ലൂ പ്ലീസ്. നല്ല അസലായിട്ട് പാട്ട് പാടും. കഥാപ്രസംഗത്തിൽ കേമൻ, ഹൈ ജമ്പിൽ സ്റ്റേറ്റ് ഫസ്റ്റ്, അക്ഷരശ്ലോകത്തിൽ പണ്ഡിതൻ, സെക്സി. என்னடா கண்ணில் டேப் வச்சுக்கிறானா? இப்படி அழகிறான். ആനന്ദൻ, சரவணன். இந்த കല്യാണം മുടക്ക വന്നേ എന്ന് കേട്ടു. ஆமாம். എന്താ പ്ലാൻ? சொல்ல முடியாது.
എടോ ഞാനും இந்த കല്യാണം മുടക്ക വന്നേ താൻ പ്ലാൻ പറ. அப்போ சொல்லவே முடியாது. സസ്പെൻസ്. അവന്റെ സസ്പെൻസ് ഒത്തിരി കൂടുതലുണ്ട്. എത്ര നേരം ഇവിടെ വിളിച്ചിരിക്കുമെന്ന് അറിയാല്ലേ? അതെ അതെ. അവൻ അങ്ങനെ വിളിച്ചൊന്നും ഇരിക്കത്തില്ല. ഇത് കൂടുതൽ ബിൽഡപ്പ് കൊടുക്കല്ലേ. മര്യാദയ്ക്ക് അവൻ പറയുമ്പോൾ എന്നെ വിളിച്ചറിയിച്ചോണോ കേട്ടാ. വേടാ എങ്ങോട്ടെങ്കിലും പോവാ. ഇതിനിടെ കുറഞ്ഞൊരു 3000 രൂപയെങ്കിലും കാണും. സോറി കല്യാണ ചെറുക്കൻ നിക്കവിടെ. വിനു എന്നാണോ പേര്? അല്ല, നന്നായി. എന്നാൽ ഇനി അവൻ എവിടെ പോയി കണ്ടുപിടിക്കോടാ? വിനു, വിനുവേ. ആരാണിവൻ? ഇവനെ ഞാൻ എവിടെയോ സമയമായി. ചെല്ലമ്മ, കുടുംബത്തിലെ കാരണവരുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. വിനു രാമചന്ദ്രൻ, റോൾ നമ്പർ 54. പ്രസന്റ് സാർ. പേടിക്കണ്ട, ഇപ്പം ഞാനിത് ആരോടും പറയില്ല. എന്ത്? പാർവതിയുടെ കാര്യം. നിന്നെ പോലൊരു മക്കുണം തന്നെ ആനന്ദന്റെ കുടുംബത്തിൽ വന്ന് കയറണം. ആ കുടുംബം തകർന്ന് നശിച്ച് നാരായണക്കല്ല് പിടിക്കുന്നത് എനിക്ക് നോക്കി നിന്ന് കാണണം മോനെ. അതിനു വേണ്ടിയാ ഞാൻ ഈ കളികളൊക്കെ കളിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞ് സമയവും സന്ദർഭവും കിട്ടുമ്പം ഞാനത് പറയും. നന്നായി വരും. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. ചെറിയ മാവാ, ഇത് തന്നെയാണ് ആള്. അത് എനിക്കും അറിയാം. പിന്നെന്താ പറഞ്ഞതുപോലെ ചെയ്യാത്തത്? നീ ടെൻഷൻ അടിക്കാതിരിക്കേ. കൃത്യസമയത്ത് ചേട്ടൻ പറഞ്ഞോളൂ. ഇതിനെക്കാട്ടി കൃത്യസമയം എപ്പോഴാണ്? ആദ്യം രാത്രി കഴിഞ്ഞിട്ടോ? ഒന്ന് സമാധാനിട്ടിരിക്കണം. ഇത് നടക്കുന്ന കേസാണെന്ന് എനിക്ക് തോന്നുന്നു. அவன் அப்படியே லாக் பண்ணுங்கடா. ശരി കണ്ടോ ശരവണ, ഇനി ടൈമില്ല. ഒരുമിച്ച് നിന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യം തന്നെ. ஏய், இந்த சரவணுக்கு யாரோட உதவி தேவைப்படாதா? ஏன்னா என் வழி ஒன் வே வழி. അറ്റ്ലീസ്റ്റ് നിന്റെ പ്ലാൻ എങ്കിലും ഒന്ന് சொல்லடா. அது சஸ்பென்ஸ். தம்பி போயிடு, ஒரே அடி தான் நாக் அவுட் ஆயிடுவேன். തിന്നടാ, ആരടാ ഇവൻ? പഴം തിന്നു. கோலாலும் டான்ரா, കഷ്ടം. கிளம்புடா. ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താ? പാർവതി. അവൾ എന്ത് ചെയ്യാനാ? അവൾ എല്ലാവരോടും വിളിച്ചു പറയും അവളെ പ്രേമിച്ച് ചതിച്ചത് വിനു ആണെന്ന്. അത് വേണോ? വേണം. വിനു, അതേലോ. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ആരെങ്കിലും കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഓ, തൂക്കണം. അമ്പലപ്പറമ്പിൽ അവന്റെ ജംസ് വെച്ചോടം. ഏഹേ ഒന്നുമില്ല, തുലാഭാരം തൂക്കാനാ. ഒരു സൈഡ് ജോർജ്, ഒരു സൈഡ് ആന. നിനക്കും വേണ്ടേ ഇതുപോലൊരു കല്യാണം? ഇതുപോലൊരു കല്യാണമാണ് എനിക്ക് വേണ്ട. എന്തുവാടാ ഇത്? വിനു, താലിമാല ഇവിടെ. താലിമാല എവിടെ? നിന്റെ കയ്യിലില്ലേ? എൻ്റെ ഇല്ല. മേശപ്പുറത്ത് വെച്ചിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാൻ എടുത്തില്ല. അച്ഛനെടുത്തില്ലേ? നിന്നോട് എടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്? എന്റെ അടുത്തപ്പ പറഞ്ഞു, നീ എടുത്തില്ലേ? ഞാനാണോ എടുക്കുന്നത്? നീ അല്ലേ നീ എന്താ എടുക്കാത്തത്? ഞാൻ എന്തിനാ എടുക്കണ? എന്റെ കല്യാണം. അതെ, താലി പോലും ഇല്ലാതെയാണോ കല്യാണം കഴിക്കാൻ വന്നത്? പിന്നെ അവിടെ ഒരു പച്ച ചെപ്പിലുണ്ടായിരുന്നാണോ? ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് മേശപ്പുറത്തിരിക്കണ കണ്ടപ്പോ ഞാനെടുത്ത് പോക്കറ്റ് ഇട്ടതാ. കൊണ്ട് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വന്നോളൂ. അഞ്ജലി, വാ, വേഗം വാ. പാർവതി,
പാർവതി പാർവതി ഇവിടെ നിന്റെ എവിടെ അല്ലേ ഉണ്ടായിരുന്നത്? പാർവതി പാർവതി സമയമായില്ലേ സമയമായില്ലേ പാർവതി ഇവിടെ നീ എന്താ അവളെ രണ്ടാമത് കെട്ടാൻ പോവാ? പാർവതി വരാതെ കല്യാണം നടത്താൻ പറ്റില്ല. എന്റെ പെങ്ങളെന്ന മണ്ഡപത്തിൽ കാലുകുത്തല്ല. டேய் பரம துரோகி எங்கடா போற? சரவணா பொடி விடு. அதெல்லாம் விட முடியாது. எங்க போறேன்னு கேக்குறேன்ல. தாலி கட்டுறதுக்காக. டேய் அங்க பொண்ணே இல்ல, நீ யாருக்கு போய் தாலி கட்ட போற? அந்த பொண்ணு தானே அங்க இருக்கற. இந்த பொண்ணு யாரா அது? டேய் நீ காலேஜ் படிக்கும்போது பார்வதி தாண்டா லவ் பண்ண. அவ தாண்டா கல்யாணம் பண்ண மாதிரி சுத்தி இருந்தா. பார்வதி வந்து நாத்தூன். இப்ப அஞ்சிலே தானா கட்ட போறேன். அப்ப பார்வதி இல்லையா? சாரி மச்சான், நான் ஃபர்ஸ்ட் டைம் கிட்னாப் பண்ணல, அதான் மிஸ் பண்ணிட்டேன். இப்போ கூட ஒன்றும் கிடையாது, 2 minutes டைம் கொடு. பார்வதி கொண்டு வந்து உங்கள்கிட்ட விட்டு இவளை நான் பிக்கப் பண்ண போயிடுறேன். என்ன சொல்கிறேன்? இப்போ புடி விடு. நீ 5 வெளியே விடு. டேய் வாங்கடா போலாம், போய் பார்வதி தூக்கிடணும். நீ வரியா? പാർവതി വിടറാ. கிட்னாப்பிங் அதுதான் സസ്പെൻസ്. എടാ തെണ്ടി, அப்படின்னா നിന്നോട് ഞാനൊരു 1000 പ്രാവശ്യം ചോദിച്ചല്ലടാ നിന്റെ പ്ലാൻ എന്താണ്. അപ്പൊ അവന്റെ മറ്റേടത്തെ ഒരു സസ്പെൻസ് തേങ്ങാ പോലെ. അവന്റെ ഒരു ബിൽഡപ്പ്. நடந்தாலும் சரி, இந்த கல்யாணத்தை நடக்கூட கூடாதா? கூடா ഞാൻ നോക്കിയിട്ട് 2:30 തിരിച്ചു തരുന്നു. പോയി പിടിക്കണം. അതാ ഒഴുക്ക് പൊക്കിയോട്ടെ. പോകാൻ ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കൈവിടമേ, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്താ പ്രശ്നം? അച്ഛനത് എന്നോട് ചോദിക്കരുത്. നീ കാര്യം പറയണ. ആ രഹസ്യം എന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞു ചേരുവച്ച തൊലി. അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യ. അവന്റെ ഒരു രഹസ്യം. പാർവതിയുടെ പഴയ കാമുകൻ വിനുവാണെന്നല്ലേ? പാർവതിക്കൊരു പ്രേമം ഉണ്ടായിരുന്നെന്ന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞത്. ഈ പുറമേ കാണുന്ന കട്ടിയൊന്നും നിന്റെ മനസ്സിനില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും പറയണ്ടെന്ന് ഞങ്ങൾ തന്നെ അവളോട് പറഞ്ഞത്. എന്റെ മോക്ക് മനസ്സുള്ളിടത്തോളം ഈ കല്യാണം ഞാൻ നടത്തും. നീ അവളുടെ സഹോദരനാണെങ്കിൽ ഈ കല്യാണത്തിന് കൂടെ നിൽക്കണം. അനന്ത, ഇവിടെ ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന 2 പേരെ ഈ കൂട്ടത്തിലുള്ളൂ. അതാരാണെന്ന് നോക്ക്. അപ്പൊ മനസ്സിലാവും നിനക്ക് കാര്യങ്ങൾ. ആനന്ദ, ഭഗവാൻ കൃഷ്ണന് പോലും നേരിടാൻ ഒരു കംസനെ ഉണ്ടായിരുന്നു. നിനക്കത് 2. എടാ, ഞാൻ എന്തെങ്കിലും നിന്നോടൊരു കത്തിന്റെ കാര്യം പറഞ്ഞു. ആരോ ഒരാൾ എഴുതിയ ഊമക്കത്തിന്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ലല്ലോ ഈ ജീവിതം എന്ന് പറയുന്ന സംഭവം. നിനക്ക് പോലും അറിയാത്ത കാര്യം അമ്മാമാരെ നടക്കാം.
டேய் யாராவது எடுத்து நம்ப தள்ளடா ஏறுடா ஏறுடா சீக்கிரம் ഒന്നും തൊങ്ങിന്നാ இருக்குது എനിക്ക് വീട്ടിൽ മരിച്ചില്ല. டேய் எழுந்துடா வீட்டு வராண்டால பத்து எழுந்துடா வாங்கடா வேற அப்பப்ப ஈட்டி மாதிரி வந்து நிக்கிறானப்பா ഇതെന്ത് ഓട്ടം വെച്ചിട്ട് വിനു ഈ കല്യാണം സംഭവിക്കൂല. தம்பி ஓகே ഹായ് അണ്ണ. സോറി എല്ലാത്തിനും. ആനന്ദേട്ടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അധികം തിരിച്ചറിഞ്ഞു, തിരുത്തി. അത് വേണ്ട. കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് ഞാൻ പരിചയപ്പെട്ടവരോടൊക്കെ നിന്നെക്കുറിച്ച് ഞാൻ കുറ്റങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് മാറ്റാനുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. നീയല്ല, ഏട്ടത്തിയമ്മ. ഈ കല്യാണം നടത്താൻ ഏറ്റവും ആഗ്രഹം ആനന്ദേട്ടനായിരുന്നു. ഒടുവിൽ നടത്തി തന്നു. നന്ദി ആനന്ദേട്ട. ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഇവിടെ എത്രയോ പേരുണ്ട്. എല്ലാരും കൂടിയല്ലേ. പ്രത്യേകിച്ച്